നമസ്കാരം, എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്, തനി നാടൻ ഒരു സാധനം. അതായത് ശീമച്ചക്ക. ശീമച്ചക്ക എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ ഓരോ പേര് പറയും. ഇവിടെ എനിക്കൊന്ന് ഈ ദേശത്തൊക്കെ കടപ്ലാൻ ചക്ക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും പൊതുവേ പറയുമ്പോൾ ശീമച്ചക്ക എന്ന് പറയും. അപ്പോൾ ഇത് ശരിക്കും ഈ മീറ്റൊക്കെ ഉപയോഗിക്കാത്തവർക്ക്, അതായത് ഇറച്ചി, ബീഫ്, ഇതിനൊക്കെ പകരമായിട്ട് നമുക്കൊരു വെജൊക്കെ കൂട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നോയമ്പ് സമയം ചിലർക്ക് കൂട്ടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ചിക്കനോ അല്ലെങ്കിൽ ഒരു ബീഫ് കൂട്ടുന്ന സെയിം ഇതിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് എടുക്കാം. ഒരു പക്ഷേ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ചിലർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. ഒരു ശീമച്ചക്ക ചെറുതായി ഞാൻ വേവിച്ച് വെച്ചിരിക്കും. ഒറ്റ പെട്ടെന്ന് വേവുന്ന സാധനം. നമുക്ക് ഇതിനകത്തിട്ട് കൂടുതൽ വേവിക്കേണ്ട, അത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി അതൊന്ന് ബോയിൽ ചെയ്ത് വെച്ചേക്കുകയാണ്. പിന്നെ അതിന് വേണ്ട ചുവന്നുള്ളി, പ്രധാനമായിട്ടും വേണ്ട സാധനമാണ്, തനി നാടൻ സാധനമാണ് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമസാല, പിന്നെ അതിന് വേണ്ട പൊടികളെല്ലാം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കടുക്, ഉപ്പ്, ഇതെല്ലാം നമുക്കിനി വേഗത്തിൽ ഇതൊന്ന് ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഇത്. അപ്പം നമുക്ക് ഇത് പിന്നെ ശരിക്കും എന്താ പറയുക, നമ്മുടെ എനിക്ക് നോയമ്പ് സമയത്തൊക്കെ ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്നുമില്ല കൂട്ടാൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു ബീഫ് കഴിച്ച ഒരു ഫീലാന്ന് പറയും നമ്മളിത് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നമുക്ക് ഇച്ചിരി ഒരു പച്ചമസാല നമുക്ക് ഇടയ്ക്കൊന്ന് ചേർത്താൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആദ്യമേ കടുക് എന്നിട്ട് പൊട്ടിച്ചിട്ട് കറിവേപ്പില വേണം. കറിവേപ്പില വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. ഇത് നമ്മൾ ശീമച്ചക്ക ശരിക്കും ഇങ്ങനെ തന്നെ നമ്മൾ തേങ്ങാപ്പാലിൽ ചേർത്തിട്ട്, വെറുതെ തേങ്ങാപ്പാലിൽ ചേർത്തിട്ട് നമ്മൾ കപ്പയൊക്കെ തിന്നുന്ന പോലെ ഇതുപോലെ ചെയ്തിട്ട്, പിന്നെ ചുമന്നുള്ളി, നമ്മുടെ വറ്റൽമുളക്, പിഴുപുളിയുടെയൊക്കെ കൂടെ ഒരു ചമ്മന്തി, അല്ലെങ്കിൽ പച്ചമുളക് അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയുടെ കൂടെയൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് അത്യാവശ്യം ഒരു മീലാണ് ഇത് ശരിക്കും. അപ്പം നമ്മളിന്ന് ഒരു കറിയായിട്ട് ഇത് ചെയ്തെടുക്കുകയാണ്. നമുക്ക് കടുക് വന്നിട്ട് പൊട്ടിക്കാം. തീ ഒന്ന് കുറച്ചുകൊണ്ട് ചെറിയ സ്പൂൺ കടുക് ഇട്ടു. അല്പം പച്ചമസാല, നമുക്ക് ചുമ്മാ പച്ചമസാല ഇതിൽ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരല്പം. ഇതൊന്ന് കുറച്ചുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി ഒന്ന് വാടിക്കിട്ടാനായിട്ട് ഇത്രയും ഒരാവശ്യത്തിന് ഒരു 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 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി. വെളുത്തുള്ളി ഞാനിത് ഇത്രയും അങ്ങ് ഇടുക, അതിന് ആ ടേസ്റ്റ് കിട്ടാനായിട്ട്. ഞാൻ ഏതൊരു കറിക്കും അല്പം വെളുത്തുള്ളി കൂടുതലിടും. കാര്യം അതിനെന്തെങ്കിലും ഒരു ആ കറിയുടെ ഒന്ന് ടേസ്റ്റ്, രണ്ട് അതിൻ്റെ ആ എന്തോ പറയുന്നത്, വെളുത്തുള്ളി നമുക്ക് ഒരുപാട് ഗുണമുള്ള കാര്യമായതുകൊണ്ട് വെളുത്തുള്ളി അല്പം കൂടെ. ഇഞ്ചി പക്ഷേ ഇഞ്ചിയുടെ ഫ്ലേവർ മുന്നിൽ നിന്നാൽ അത് ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. സോ അതിന് വെളുത്തുള്ളി ഒരല്പം മുന്നിൽ നിന്നാലും അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ചുമന്നുള്ളി, ഇതാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. ചുമന്നുള്ളി നല്ലതായിട്ട് ഇടുക, ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. വേഗത്തിൽ അത് വഴന്ന് കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, ഇത് അങ്ങനെ ഇഞ്ചിയുടെ കാരണം ഈ ചില സവാളയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. പക്ഷേ ആ സവാളയുടെ ഇതിനകത്ത് ആ ഇഞ്ചിയുടെ പച്ച മണം പോകത്തില്ല, വീണ്ടും ആ ഇഞ്ചിയുടെ ഒരു പച്ച മണം കടിക്കും. സോ ആദ്യമേ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമേ വഴറ്റിയെടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ചുവന്നുള്ളി ഒന്ന് വഴണ്ട് എടുക്കണം. നമ്മളൊരു ബീഫൊക്കെ വെക്കുമ്പോഴും ഏകദേശം ഇത്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് ഇട്ടാലും നല്ലതാണ്, ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത്. ഇത് നമുക്ക് അങ്ങനെ വേണേലും ചേർക്കാം. ഒന്ന് വഴണ്ടോട്ടെ.
ഇതിനോട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. കറിവേപ്പിലയുടെയൊക്കെ ഒരു നല്ല മണം വരുന്നുണ്ട്, ആ ഫ്ലേവർ. കറിവേപ്പിലയൊക്കെ നല്ല ഇളം കറിവേപ്പില ഇടണം, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പച്ച കറിവേപ്പില ആണ് അതിൻ്റെ ആ ഒരു കറിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത്. നമ്മുടെ ഇപ്പം ഉള്ളി ഒന്ന് വഴണ്ട് വന്ന് ഒരുപാട് കരിയേണ്ട കാര്യമില്ല, ഒരു നല്ല വഴണ്ട് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി നമ്മൾ മുളക് പൊടിയേക്കാൾ ഇച്ചിരി കൂടുതൽ ഇടുന്നത് മല്ലിപ്പൊടിയാണ്. ഏകദേശം ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമസാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരല്പം ഗരം മസാലപ്പൊടി. ഗരം മസാലയൊക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. അപ്പം വീട്ടിൽ പൊടിച്ചതെന്ന് പറഞ്ഞാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇതെല്ലാം ഇട്ട് പൊടിച്ച ഗരം മസാലയാണ്. അപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് അല്പം പെരുംജീരകം കൂടി ഇട്ടിട്ട് ഇനി അല്പം കുരുമുളക് പൊടി ഞാനൊരു 1/4 ഇതെടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഈ പൊടിയെല്ലാം കൂടെ നല്ലതായിട്ട് വഴണം, പച്ചമണം മാറണേ. നമ്മുടെ ഇപ്പം നല്ലതായിട്ട് അത് നല്ലതായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശീമച്ചക്ക വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് നേരം നമുക്കിതിനകത്ത് ഈ കറിക്കകത്ത് അത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ആവണം. അപ്പം അത് ഒന്ന് യോജിപ്പിച്ചാൽ മതിയാവും. എനിക്ക് മസാലയെല്ലാം കൂടെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സവാള ചേർക്കുന്നത് വേണമെങ്കിൽ ചേർക്കാം, ചുവന്നുള്ളി ഇത്രയും എടുക്കുക. പക്ഷേ ചുവന്നുള്ളിക്കാണ് അതിൻ്റെ ടേസ്റ്റ്, കാരണം അസലൊരു ഇറച്ചിക്കറിയുടെ ഫീൽ ഇത് കിട്ടും. ഒരു ചക്ക എടുത്തപ്പോൾ തന്നെ ഇത്രയും നല്ലതായിട്ടുണ്ട്, അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. നോക്കിയപ്പോൾ ചക്ക വളരെ ചെറുതായിരുന്നു, പക്ഷേ സാധനം ഇത് പൊളിച്ച് വന്ന് അരിഞ്ഞു വന്നപ്പോൾ ഇത്രയും ഉണ്ടത്. നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ചിട്ടോട്ട് വേണം ചെയ്യാനായിട്ട്. ആ മസാലയെല്ലാം കൂടെ തക്കാളി ചേർക്കേണ്ടവർക്ക് തക്കാളി ചേർക്കാം, പക്ഷേ എന്നാലും ആ ഒരു ഇറച്ചിക്കറിയുടെ ഒരു ഫ്ലേവർ അങ്ങ് മാറും. അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കാതിരുന്നത്. തക്കാളി ചേർത്താലും ചിലർക്ക് തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം, നമുക്ക് ചേർക്കാം. നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആവണം. ഈ മസാല ഇതുമായിട്ടൊന്ന് ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ആവണം. നമുക്ക് വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി വേണമെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക, ഒരല്പവും കൂടെ കുരുമുളക് പൊടി ഒരു എരി കിട്ടാനായിട്ട്.
ഇനി നമുക്ക് ഒരല്പം വെള്ളം, ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാനായിട്ട്. നമ്മൾ തേങ്ങാപ്പാലിനകത്താണ് ഇത് ഒന്ന് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിക്കാനായിട്ട് അല്പം വെള്ളം. എന്നിട്ട് നമുക്കിത് ഉപ്പ് എങ്ങനെയാണ്, ഞാൻ അല്പം ഉപ്പിട്ടാണ് ഈ ശീമച്ചക്ക വേവിച്ചത്. അതുകൊണ്ട് പിന്നീട് ഉപ്പൊന്ന് നോക്കിയിട്ട് മതി ബാക്കിയുള്ളത് ചേർക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ഒരു ഒന്നാം പാലൊന്നുമല്ല, അത് എന്ന് വെച്ചാൽ ലൂസായിട്ട് അങ്ങ് എടുത്തതാണ്. തീ കുറച്ചിട്ടുകൊണ്ടാണ് ഞാനിതിലേക്ക് ചേർത്തേക്കുന്നത്. അപ്പം നമ്മളിതെല്ലാം നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച്, ഓൾറെഡി ഈ ശീമച്ചക്ക വെന്തതാണ്, നല്ല ഇത് ചെയ്തുകൊണ്ട് പിന്നെ ഇതുമായിട്ടൊന്ന് ആ മസാല എല്ലായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിത് അടച്ചു വെച്ച് അത് പിടിക്കാം. ഓക്കെ, ഒരു 5-8 മിനിറ്റ് ഇത്രേ ഉള്ളൂ എല്ലാം കൂടെ ഒന്ന് യോജിക്കാനായിട്ട്. ഓക്കെ, നമുക്കിതിനകത്ത് അതിന് മുമ്പ് അടയ്ക്കുന്നതിന് മുമ്പ് അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതായത് കുരുമുളക് പൊടി, അല്ലെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി പോരാത്തതാണെങ്കിൽ മല്ലിപ്പൊടി പച്ചക്കിടരുത്, ഒന്ന് താളിച്ചിട്ടേ ഇടാവും, അല്ലെങ്കിൽ പച്ച മണം വരും എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ. പിന്നെ കുരുമുളക് പൊടി പിന്നെ കുഴപ്പമില്ല, പിന്നെ അല്പം മസാലപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പോരാഴി ഉണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് അടച്ചു വെക്കുക. പാല് ഒഴിച്ച് ഇതൊന്ന് വേവിച്ച് വെക്കാം. ഓക്കെ, ഇപ്പോൾ വേണ്ട കണ്ടോ, നമ്മുടെ കറി ഒന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പരുവത്തിലായി, നമ്മളൊന്ന് ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിതിനകത്തെ ഗാർണിഷിങ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി കടുക് പൊട്ടിച്ചാണെങ്കിലും ഒന്നുകൂടെ അതിന് മുകളിലൊരു ഭംഗിക്ക് വേണ്ടി വറ്റൽമുളക് ഒന്ന് മുകളിൽ താളിച്ചിടാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഗാർണിഷിങ് നോക്കാം. ഈ ചാറ് അഥവാ ഒന്ന് കുറുകി വന്നാൽ നമുക്കൊരല്പോടെ തിളച്ച വെള്ളം ചേർത്താലും മതി. നമ്മുടെ നല്ലൊരു കുറിയ പരുവത്തിലായി. ശരിക്കും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. വേണമെങ്കിൽ മസാലയൊക്കെ കുറവാണെങ്കിൽ ഞാൻ പച്ച മസാല ഇട്ടേക്കുന്നതുകൊണ്ട് ഗരം മസാല സ്വല്പം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അതൊന്ന് താളിച്ചെടുക്കാം. ഓൾറെഡി കടുക് നമ്മൾ ആദ്യമേ പൊട്ടിച്ചതാണെങ്കിലും നമ്മൾ ഒരു വറ്റൽമുളക് ഇട്ട് ഒന്ന് താളിച്ചാൽ അതിന് ഭയങ്കര ഭംഗിയായിരിക്കും. നമുക്ക് ആദ്യമേ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നോട്ടെ. ചെറിയ കുട്ടിപ്പാത്രം ഇത് കടുകൊക്കെ പൊട്ടിക്കാനായിട്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും നമുക്ക് ഇതിനകത്ത് മാത്രം മതി. ആക്ച്വലി ഇതിനകത്തൊരു മുട്ട ഓംലെറ്റൊക്കെ ചെയ്തെടുക്കാൻ, ബുൾസൈ ഒക്കെ ചെയ്തെടുത്താൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്, കാരണം ഈ പിടിയുള്ളത് കൊണ്ട് അവർക്ക് ഈ തീ പേടിയായതുകൊണ്ടും ശരിക്കും ഇതിനകത്തൊരു ബുൾസൈ ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് അവരുടെ പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ പിടിക്കേണ്ട കാര്യമില്ല, അത് ഫ്രീ ആയിട്ട് അങ്ങ് ഫ്ലോ ചെയ്യും. അങ്ങനെ വാങ്ങിച്ച പാത്രമാണിത്. ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രയോജനമുള്ള പാത്രം. എന്നാൽ നമുക്ക് അത്യാവശ്യം കടുവും പൊട്ടിക്കാം. ഇത് സ്പാറ്റുല ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം എണ്ണയൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു മുട്ട ബുൾസയൊക്കെ ചെയ്യും. ചെറിയ ടിപ്പാണത്. മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് ചെയ്യാനായിട്ട് മതി. നമുക്ക് തീനി ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഈ കറി ഒരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റാം. നല്ല ചിലർക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാറൂടെ നമുക്കിതിലേക്ക് ഇച്ചിരൂടെ നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളമോ അല്ല ഇച്ചിരി തേങ്ങാപ്പാലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് യോജിപ്പിക്കാം. അല്ലാതെ കുറുകിയിരിക്കുന്നവർക്ക് ചപ്പാത്തിയുടെ അല്ല പൂരിയുടെ ഒക്കെ കൂടെ നല്ല കറിയാണ്.
നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ നമ്മൾ കടുക് പൊട്ടിച്ചതും ഇതെല്ലാം കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ടു. നല്ല കറിയുടെ മുകളിൽ നല്ല ഭംഗിയാണ്. എല്ലാം കൂടെ ഇളകി നമ്മൾ ഓൾറെഡി കടുക് പൊട്ടിച്ചാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഇട്ടപ്പോൾ ആ പച്ചയും ഇതെല്ലാം കൂടെ ആയപ്പോൾ നല്ല ടേസ്റ്റായി. ടേസ്റ്റുമാവും ഒന്നുകൂടെ കടുക് പൊട്ടിക്കുമ്പം. ഇനി ചുമന്നുള്ളി കൂടെ ചേർത്ത് വേണേൽ ചെയ്താൽ നല്ലതാണ്. അതിൻ്റെ മുകളിൽ സ്വല്പം നെയ്ക്കാത്ത വറുത്ത പൊട്ടറ്റോ ആണിത്. ശരിക്കും പൊട്ടറ്റോ ചിപ്സ് പോലെ അതിൻ്റെ മുകളിലൊന്ന് ചുമ്മാ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ ചെറിയ പീസസ് ആക്കി മുറിച്ച് പൊട്ടറ്റോ നമ്മൾ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഭംഗിയും വരും. ഇത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പൊട്ടറ്റോ ചിപ്സൊക്കെ നല്ല അതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല നമുക്ക് സ്ലൈസായിട്ട് അരിഞ്ഞ് വേണേൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണേലും ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇളക്കി ഉപയോഗിക്കണം കറക്റ്റായിട്ട്. അപ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് വരുന്നത്. ഇനിയും ഇത് സ്വല്പം ഒന്ന് ചാറായിട്ടൊക്കെ വേണ്ടവർക്ക് അല്പം കൂടി തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങാപ്പാൽ ചേർക്കാം. അതല്ല കുറുകിയിരിക്കേണ്ടവർക്ക് അത് കുറുകി, കാരണം ഇത് തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇത് കറി കുറുകി വരും. അപ്പം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗാർണിഷ് ചെയ്യുന്നത് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ചുവന്നുള്ളി ഇട്ട് വേണേൽ ഗാർണിഷ് ചെയ്യാം. എങ്ങനെ വേണേലും ചെയ്യാവുന്ന ഒരു നല്ല വെജിറ്റേറിയൻ ഡിഷ്. നമുക്കൊരു ബീഫ് കഴിച്ച ഫീല് നമുക്കിത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത രീതിയെല്ലാം പറഞ്ഞായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ ചുവന്നുള്ളി ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യും. നല്ലൊരു പിടി ചുവന്നുള്ളി. സവാളയേക്കാൾ നല്ലത് ചുവന്നുള്ളി തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ടേസ്റ്റി ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ശീമച്ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു കറിയാവും. ഓക്കെ, ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെയും നല്ലതാണ്, ഊണിൻ്റെ കൂടെയും നല്ലതാണ്, ഈവൻ ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ്, ഈവൻ ബ്രേക്ക്ഫാസ്റ്റിനും നല്ലതാണ്, എന്തിൻ്റെ കൂടെ ഡിന്നറിനും നല്ലൊരു ഡിഷാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യാം.